അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസ് നുസൈബയോട് ചോദിക്കുന്നു, എന്നിട്ട് ബാക്കി പറയൂ. അത് ഷമ്മാസ്, ഞാൻ നിങ്ങളോടത് പറഞ്ഞാൽ അതൊരു പക്ഷേ അത് വലിയ രീതിയിൽ വിഷമമായി തീരും. അതെന്താ ഹിജാബി അങ്ങനെ പറയുന്നത്? അല്ല, എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് അല്പം പോലും സ്നേഹമുണ്ടാവില്ല. ഹിജാബി, നീ എന്താണ് പറയുന്നത്? കാര്യങ്ങളെല്ലാം നീ എന്നോട് തുറന്നു പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നീ മാത്രമാണ്. അതെ, എൻ്റെ ഫാമിലി വരെ എന്നോടിപ്പോൾ എതിർപ്പാണ്. ഷമ്മാസ്, എന്തിനാണ് എതിർപ്പ്? ഒന്നുമില്ല, നിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു, അതുകൊണ്ട്. ഷമ്മാസ്, എന്തിനാണ് എൻ്റെ കാര്യം നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഹിജാബി, ഞാൻ നിന്നെക്കുറിച്ച് പല സ്വപ്നങ്ങളും കണ്ടിരുന്നു, അതുകൊണ്ട് അതൊന്ന് പറഞ്ഞതാണ്. ഹേ ഷമ്മാസ്, നിങ്ങൾ എന്നെക്കുറിച്ച് അറിയാതെ സ്വപ്നങ്ങൾ കാണാൻ നിൽക്കരുത് ഒരിക്കലും. സത്യമായിട്ടും എൻ്റെ അവസ്ഥകളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കും. ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, സത്യമായിട്ടും. ഹിജാബി, നീ എന്താ പറയുന്നത്? എനിക്ക് നിന്നെ അങ്ങനെയൊന്നും വെറുക്കാൻ കഴിയില്ല. ഷമ്മാസ്, അത് നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണ്. ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്താ നീ അങ്ങനെ പറയുന്നത്? ഷമ്മാസ്, അത് വലിയൊരു കാര്യമാണ്. അതിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതം അത് വളരെ വേദനകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒന്നായിരുന്നു. അത് ഞാൻ നിങ്ങളോടൊരു പക്ഷേ പറഞ്ഞാൽ നിങ്ങളെന്നെ ഒരിക്കലും സ്നേഹിക്കില്ല, അതെനിക്കറിയാം. ഹിജാബി, പ്ലീസ്, നീ എന്താ എന്നോട് ഇങ്ങനെ പറയുന്നത്? എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു പെണ്ണ് ചേക്കേറിയിട്ടുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. അല്ലാതെ ഈ ഷമ്മാസ് ഇതുവരെയായിട്ടും ഒരു പെണ്ണിനോട് ഇഷ്ടം പറഞ്ഞിട്ടില്ല, ഇഷ്ടം തോന്നിയിട്ടുമില്ല. സത്യമായിട്ടും ഞാൻ നിന്നോട് സത്യം പറയുകയാണ്, ഇതിൽ ഒരു കളവുമില്ല. നിനക്ക് വേണമെങ്കിൽ ഇത് വിശ്വസിക്കാം. ഷമ്മാസ്, നിങ്ങൾ പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കാം, പക്ഷേ ഒരിക്കലും ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. ഞാൻ എന്നെയാണ് പറയുന്നത്. എൻ്റെ ജീവിതം അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെന്നെ സ്നേഹിക്കില്ല എന്ന്. ഹിജാബി, നിനക്ക് പറയാനുള്ളതെല്ലാം എന്നോട് പറയാം. ഞാനതെല്ലാം കേൾക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. എനിക്ക് നിന്നെക്കുറിച്ചെല്ലാം അറിയണം, നിൻ്റെ വിഷമങ്ങൾ അറിയണം. നിൻ്റെ വിഷമങ്ങളിലൂടെ എനിക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുമെങ്കിൽ അത് എനിക്ക് ചെയ്യണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് കിട്ടാത്തത് ഞാൻ നേടിത്തരും. പെട്ടെന്ന് നുസൈബയുടെ ഉമ്മ അതാ വാതിൽ മുട്ടി വിളിക്കുന്നു. മോളെ, മോളെ നുസിയെ. എന്താ മോളെ, ഉറങ്ങിയില്ലേ? കുറേ സമയമായല്ലോ, ഫോണിൻ്റെ ലൈറ്റ് ഇങ്ങനെ കാണുന്നു. എന്താണ്, നീ അതൊക്കെ എടുത്തു വെച്ച് ഉറങ്ങിക്കേ. പിന്നെ പഠിക്കുന്നല്ലോ. പിന്നെ ഫോൺ ഉപയോഗിക്കുമ്പോഴേ ലൈറ്റ് ഇട്ട് ഉപയോഗിച്ചോട്ടോ, അല്ലാതെ ഇങ്ങനെ ഇരുട്ടത്ത് ഒരുപാട് സമയം ഇങ്ങനെ കണ്ടിരിക്കണ്ട. ഇത്ര സമയമായി ഞാനിങ്ങനെ ഉപ്പയോട് പറയായിരുന്നു, എന്തപ്പം മക്കൾ കിടക്കുന്ന റൂമിൽ നിന്നൊരു വെളിച്ചം, കുറേ സമയമായി. അത് മോള് പഠിക്കായിരിക്കും ഉപ്പ പറഞ്ഞു. എന്താ എനിക്ക് പണി? അതൊക്കെ എടുത്തു വെച്ച് കിടന്നോ? പഠിക്കല്ലല്ലോ. ഇനിയിപ്പോൾ ഈ സമയമായില്ലേ, 11:30-12 മണിയായി തുടങ്ങി. ഈ ഒരു സമയത്ത് ഫോണൊന്നും എടുക്കണ്ട. നുസൈബ ഉമ്മ പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ വിറക്കുന്നുണ്ടായിരുന്നു. എന്താടി നിനക്കൊരു വിറക്കല്? എന്തൊരു പേടിയുള്ള പോലെ, എന്താണ്? ഉമ്മ, ഹേയ് ഒന്നുമില്ല. നുസി, എൻ്റെ നുസി കള്ളം പറയുമ്പോൾ നിൻ്റെ മുഖം എനിക്കറിയാട്ടോ. പറയടി, എന്താ? ഉമ്മ, അത് ഞാൻ പറയാനുള്ളത് ശരിക്ക് പറയേ. നീ പഠിക്കായിരുന്നോ? നുസൈബ തലയാട്ടി. ആ പിന്നെന്താ, പഠിക്കല്ലാതെ പിന്നെന്താ? ഫ്രണ്ട്സുകളോട് ചാറ്റിംഗ് ആണോ? എന്നാലേ അതൊന്നും ഈ സമയത്ത് പറ്റില്ല കേട്ടോ, അതൊക്കെ എടുത്തു വെക്ക്.
ലൈറ്റ് ഓഫ് ചെയ്ത് ഫോണിൽ കളിക്കാൻ അത് ഭയങ്കര കേടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സുകളൊക്കെ നീ കാണുന്നല്ലേ നിൻ്റെ ക്ലാസ് റൂമിൽ നിന്ന്. പിന്നെ ഇപ്പം എന്താ? ഉമ്മ ഒന്നും പറയണ്ട, ആ ഫോൺ ഇങ്ങോട്ട് തന്നെ, ഞാൻ വെച്ചോളാം നിനക്ക് കഴിയില്ലെങ്കിൽ. ഉമ്മ നുസൈബയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ വേണ്ടി ഒരുങ്ങുന്നു. ഒരു നിമിഷം നുസൈബ് ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഞാൻ ഷമ്മാസിന് എഴുതിയ മെസ്സേജും ഇങ്ങോട്ട് വന്ന മെസ്സേജെല്ലാം ഉമ്മ കാണും. ലോക്ക് ഉമ്മക്കറിയാം. പെട്ടെന്ന് നുസൈബ ആ ഫോൺ എടുത്ത് അലമാരക്കുള്ളിൽ വെച്ചു. ഉമ്മ ഇല്ല മതി. ആ പിന്നെ അവിടെ നിന്നോട്ടെ ഫോൺ, ഇനി എടുക്കണ്ട കേട്ടോ. ഇനി രാത്രി ഫോൺ യൂസ് ചെയ്യേ വേണ്ട. പുറത്ത് പോണ പെൺകുട്ടികളാണ്, പേടിയാണ് എല്ലാ കാര്യത്തിലും. പിന്നെ അല്ലെങ്കിൽ നമ്മളെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇനിയിപ്പോൾ ഫ്രണ്ട്സുകളോടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത് ക്ലാസ് നിന്നൊക്കെ മതി. ഇവിടെ വന്നിട്ട് ഒരു ടൈമുണ്ട്, ഒരു 10-10:30 വരെ. ഓക്കെ, 10:30 വരെ എനിക്ക് പഠിക്കാനുള്ള ടൈമുണ്ട്. ശരിക്കും 10 മണി വരെ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ എടുക്കണ്ട. പിന്നെ നീ തഹജ്ജുദിന് എണീക്കുന്ന ആ ടൈമുണ്ടല്ലോ, അപ്പോൾ പിന്നെ എടുത്താൽ മതി. അപ്പോൾ പിന്നെ പഠിക്കാനുള്ളതൊക്കെ അങ്ങനെ ചെയ്യാലോ. 10:30 ശേഷം ലൈറ്റ് ഓഫാക്കി ഫോൺ എടുക്കുകയേ ചെയ്യരുത്. അല്ലെങ്കിൽ ഞാൻ ലൈറ്റ് ഇട്ടോ. ഉമ്മ അത് ഇവരൊക്കെ ഉറങ്ങല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. എന്നാൽ പിന്നെ എൻ്റെ നുസൈബ് മോൾ ഉറങ്ങണം. അവരുറങ്ങാണ്, ശരിയാണ്, നീ ഉറങ്ങണം. ഇനിയിപ്പോൾ നീയായിട്ട് ആ ഒരു ടൈമിന് ഫോൺ എടുത്തിങ്ങനെ കണ്ണിനും എന്ത് കേടാണതൊക്കെ. എന്നാൽ മോൾ കിടന്നോ. നുസൈബ അതാ കിടക്കുന്നു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ആകെ വെറുക്കുകയാണ്. ഉമ്മ പെട്ടെന്ന് വന്നപ്പോൾ ആകെ പേടിച്ചു പോയി. കൈകാലുകൾ കുഴയുന്നു. പഠിച്ചോനെ, എൻ്റെ ഉമ്മയെങ്ങാനും അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന ഞാൻ, അതെ, എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നെന്നും ഒരിക്കലും ഉമ്മ കരുതിയിട്ടുണ്ടാവില്ല. പഠിച്ചോനെ, ഞാൻ കൽപ്പിച്ചു കുട്ടി ഒന്നും ആരോടും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്നോട് എൻ്റെ ഓരോ കാര്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി. അതും തെറ്റാണ്, ശരിയാണ്. അതൊന്നും പഠിച്ചവന് ഇഷ്ടപ്പെടാത്തതാണ്. ഉമ്മാക്ക് സമാധാനം ഉണ്ടാവില്ല. റൂമിൽ നിന്ന് വെളിച്ചം കണ്ടപ്പോൾ വന്ന് നോക്കിയതായിരിക്കും. അല്ലെങ്കിലും ഏത് ഉമ്മമാർക്കും ഉപ്പമാർക്കും ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ. മക്കളിങ്ങനെ പാതിരാത്രി ഫോൺ എടുത്തുകൊണ്ട് കളിക്കുമ്പോൾ എന്തൊക്കെയോ അവർ തെറ്റിദ്ധരിക്കും. അവരുടെ മനസ്സിൽ പേടിയുണ്ടാവുമല്ലോ. അതും എനിക്ക് ഭർത്താവുണ്ടെങ്കിൽ ഉമ്മാക്ക് പേടിയില്ലായിരുന്നു. കാരണം എൻ്റെ ഭർത്താവിനോടാണ് ഞാൻ ചാറ്റ് ചെയ്യുന്നത് എന്നുമ്മ വിചാരിച്ചിട്ട് അത് മൈൻഡ് ചെയ്യില്ല ഒരു പക്ഷേ ഉമ്മ എപ്പോഴും പറയാറുണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഫോണിലേക്ക് നോക്കരുത് എന്ന്. ഉമ്മയല്ലേ, അവർക്ക് വേദന ഇല്ലാതിരിക്കുമോ? എന്നോട് പിന്നെ കുറച്ച് സ്ട്രോങ് ആയി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. പാവം ഉമ്മ. പക്ഷേ ഷമ്മാസ്, അവൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് നെറ്റ് ഓഫ് ചെയ്ത് അത് അലമാരയിലേക്ക് വെച്ചതാണ്. ഷമ്മാസ് എന്തായിരിക്കും ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക? അറിയില്ല. അവനെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ടും റീപ്ലേ ഒന്ന് കൊടുത്താലോ? വേണ്ട, ഇനിയും ഫോൺ എടുത്താൽ അത് ഉമ്മ പറഞ്ഞതിന് ഒരു എതിര് പ്രവർത്തിക്കുന്നേ പോലെ ആവും. തൽക്കാലം അത് വേണ്ട, അവിടെ നിൽക്കട്ടെ. എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എൻ്റെ കഥകളും എൻ്റെ സ്റ്റോറിയൊക്കെ കേട്ടാൽ ഷമ്മാസ്, നീ എന്നെ ഒരിക്കലും സ്നേഹിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കാര്യങ്ങൾ മറ്റൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എന്ത് വിചാരിച്ചു ആവോ. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. ഉറക്കം വരുന്നേയില്ല. ഷമ്മാസ് ഫോണും പിടിച്ച് കാത്തു നിൽക്കുകയായിരിക്കും. മെസ്സേജുകൾ അനവധി അയക്കുന്നുണ്ടാവും. റീപ്ലേ കാണാത്തതുകൊണ്ടും ഓൺലൈനിൽ കാണാത്തതുകൊണ്ടും ലാസ്റ്റ് സീൻ കണ്ടതുകൊണ്ടും ഒരു പക്ഷേ അത് വിഷമമായിരിക്കും. ഉറപ്പായിട്ടും സങ്കടപ്പെടുന്നുണ്ടാകും. 1 മണിയായിട്ടും നുസൈബക്ക് ഉറക്കം വരുന്നില്ല. പഠിച്ചോനെ, ഉറക്കം വരുന്നില്ലല്ലോ. അതെ, ആ ഷമ്മാസിൻ്റെ മുഖം അതിങ്ങനെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. പഠിച്ചോനെ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല ഒരിക്കലും. എൻ്റെ ജീവിതത്തിൽ ഒന്ന് തന്നെ അങ്ങനെ വന്നതാണ്. പിന്നീട് ഒരിക്കലും ഒരാണിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴതാ ഷമ്മാസിൻ്റെ മുഖം മനസ്സിലേക്ക് വരുന്നു. നുസൈബാക്ക് ഉറക്കം കിട്ടുന്നില്ല. അവൾ എണീറ്റിരുന്നു. വീണ്ടും ആയത്തിൽ കുറിച്ച് 3 വട്ടം കൈകളിൽ ഊതി ഊതി ശരീരമാസകലം തടവി. അല്ലാ, എനിക്ക് നീ ഉറക്കം തരണേ അല്ലാ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ
എനിക്ക് ഹലാലല്ലാത്ത ഒരു പുരുഷൻ എൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയിരിക്കുന്നു. ഒരിക്കലും പഠിച്ചോനെ, എന്താണിത്? എനിക്ക് ആ മുഖം എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഞാൻ എന്താ ചെയ്യുക? ഒരിക്കലും കരുതി കൂട്ടിക്കൊണ്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ പഠിച്ചോനെ, മറവി നൽകണേ റഹ്മാനെ. അവൾ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അതാ ഉറക്കിലേക്ക് വഴുതി വീഴുന്നു. കണ്ണടച്ചപ്പോഴും അതെ, ഷമ്മാസിൻ്റെ മുഖമാണ് മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. മനോഹരമായ മുഖമുള്ള ഒരാണിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഷമ്മാസ്. അതെ, അവൻ തൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അവൻ എനിക്ക് ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ഹിജാബ് സമ്മാനിക്കുകയാണ്. ഹിജാബി, ഇത് ധരിക്കുമ്പോൾ ആണ് നിനക്ക് കൂടുതൽ സൗന്ദര്യം. ഞാനത് സന്തോഷത്തോടെ വാങ്ങുകയാണ്. ഷമ്മാസദ അവൾക്ക് ഹിജാബ് കെട്ടിക്കൊടുക്കുന്നു. വളരെയധികം മനോഹരമായിട്ടുണ്ട് ഹിജാബി, നിന്റെ കണ്ണുകൾ. ഷമ്മാസ് അവളുടെ കൈ പിടിക്കുന്നു. പഠിച്ചോനെ, പെട്ടെന്നതാ നുസൈബ ഞെട്ടി ഉണരുന്നു. അല്ലാ, ഒരിക്കലും ഹലാലല്ലല്ലോ. ഷമ്മാസ് എന്നെ ശരിക്കും എൻ്റെ കൈ പിടിച്ചു. അസ്തഗ്ഫിറുല്ലാഹ്. അവൾ എണീറ്റ് സമയം നോക്കി. പഠിച്ചോനെ, കൃത്യം 4 മണി. എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന അതേ കറക്റ്റ് ടൈമ്, ഒട്ടും വൈകിട്ടില്ല. അൽഹംദുലില്ലാ. പഠിച്ചോനെ, ഇതുവരെയായിട്ട് തഹജ്ജുദ് ഒറ്റൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചിരുന്നു രാത്രി ഒരുപാട് നേരം കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ തഹജ്ജുദ് ലഭിക്കില്ല എന്ന്. അവൾ പെട്ടെന്ന് അതാ പുറത്തേക്ക് പോയി. അവൾ ഉളൂഹ ചെയ്ത് നിസ്കാരപ്പായയിൽ വന്നിരുന്നു. തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു. പടച്ച റബ്ബേ, എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നെനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ വന്നു പോയ കാര്യങ്ങൾ അത് അല്പം വിഷമമുള്ളതായിരുന്നു. പഠിച്ചോനെ, ഇനി ഒരിക്കലും അങ്ങനെയുള്ള അനുഭവം എനിക്ക് നീ തരല്ലേ അല്ലാ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ഉമ്മ വന്ന് നുസൈബയെ വിളിക്കുന്നു. മോളെ നുസൈ, മോളെ എണീറ്റില്ലേ? ഉമ്മ ആ ചാരിയവാതിൽ മെല്ലെ തുറന്നു നോക്കിയപ്പോൾ പഠിച്ചോനെ, അൽഹംദുലില്ലാ, എൻ്റെ കുട്ടി നിസ്കാരം തുടങ്ങിയിരിക്കണ്. അപ്പോഴേക്കും നുസൈബ സലാം വീട്ടിയിട്ട് ഉമ്മയോട് സംസാരിക്കുകയാണ്. ഉമ്മ, മോളെ, ഞാൻ കരുതിയേ എൻ്റെ കുട്ടി എണീറ്റിട്ടില്ലാന്ന്. നിസ്കാരം തുടങ്ങി കഴിഞ്ഞുല്ലേ? ആ ഉമ്മ, അത് എത്ര തന്നെ വൈകിയാലും കൃത്യമായിട്ട് 4 മണിക്ക് അത് എന്നും ഉണരും ഉമ്മ. അതങ്ങ് ശീലമായില്ലേ, ചെറുപ്പം മുതലേ ഉമ്മ ശീലിപ്പിച്ചതുകൊണ്ട്. നുസൈബ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഉപ്പയും ഉമ്മയും കിടക്കുന്ന ആ റൂമിലേക്ക് നുസൈബയുടെ ആ മനോഹരമായ ഖുർആൻ പാരായണം അത് ഒഴുകിയെത്തുകയാണ്. ഉമ്മ വിചാരിച്ചു, പഠിച്ചോനെ, എൻ്റെ കുട്ടി എത്ര മനോഹരമായാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. അത് കേട്ടുകണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. നുസൈബ അപ്പോൾ അർ-റഹ്മാൻ സൂറത്താണ് പാരായണം ചെയ്തിരുന്നത്. ഉപ്പ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു ഖുർആൻ പാരായണം കേട്ട് അവിടെ ഇരുന്നു. എടി, നമ്മളെ മോള് ആ ഖുർആൻ പാരായണം എന്ത് ഭംഗിയാണല്ലേ കേൾക്കാൻ. മാഷാ അല്ലാ. അതെ ഇക്ക, നിങ്ങൾ പ്രത്യേകം ഒന്ന് ദോർക്കണം. നമ്മളെ കുട്ടിക്ക് പറ്റിയ സോലിഹായൊരു ഭർത്താവിനെ തന്നെ അവൾക്ക് കിട്ടട്ടെ. ഇത്രയ്ക്കും നല്ല ഒരു മോളെ പഠിച്ചോ നമുക്ക് തന്നതല്ലേ. അവളുടെ ആദ്യത്തെ ജീവിതം ഒരു പക്ഷേ അങ്ങനെയാവാൻ തന്നെ കാരണം ഒരു പക്ഷേ പഠിച്ചോൻ വേറെ എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അല്ലേ? അതെ, എല്ലാം നല്ലതിനായിരിക്കും ഇൻഷാ അല്ലാ. ഇക്ക, നല്ല മഴയാണ്. പള്ളിയിലേക്ക് പോകാൻ മഴ കുട ചൂടിയാലും നനയില്ലേ? അത് സാരമില്ലടി, നീ ആ കുട എങ്ങെടുക്ക്. ഉപ്പ അതാ പള്ളിയിലേക്ക് ഇറങ്ങുന്നു. ഉമ്മയും സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. നുസൈബ സുബഹി നിസ്കാരവും സുന്നത്തും ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞ് അവൾ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അവൾ വിറച്ചുകൊണ്ട് ആ ഫോൺ എടുക്കുന്നു. പഠിച്ചോനെ, എന്തൊക്കെയാണാവോ? ഒരു പക്ഷേ ഇപ്പോൾ വാട്സപ്പ് ഓണാക്കിയാൽ എൻ്റെ പഠനം അത് എനിക്ക് പഠിക്കാൻ കഴിയില്ല. തൽക്കാലം ആദ്യം മിസ് എഴുതി തന്നതൊക്കെ ഒന്ന് വായിക്കട്ടെ, അതിനുശേഷം എടുക്കാം. നുസൈബ ഫോൺ അവിടെ തന്നെ വെച്ചു. അവൾ അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അതാ ഫോണെടുത്ത് നെറ്റ് ഓൺ ചെയ്യുന്നു. അതെ,
മൈ എന്ന നമ്പറിൽ നിന്ന് അതാ ഒരുപാട് മെസ്സേജസ്, പിന്നീട് ഒരുപാട് ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. പാവം ഷമ്മാസ് ഒരുപാട് അയച്ചിട്ടുണ്ട്. എൻ്റെ റീപ്ലൈ കാണാത്തത് കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുമുണ്ട്. പാവം. നുസൈബ വീണ്ടും ആ ഫോണിൽ നോക്കിയിരിക്കുന്നത് ഉമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മോളെ നുസി, നിനക്കിന്ന് ഫുഡ് കൊണ്ടുപോകണ്ടേ? ആ വേണമ്മ. പിന്നെന്താ ഫോണിൽ നോക്കി അവിടെ തന്നെ ഇരിക്കണത്? അല്ലെങ്കിൽ പഠനം കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് ഇറങ്ങി പോരലാണല്ലോ. ഹേയ് അത് മോളെ എന്താടി, എന്താ നിനക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ? അതല്ലമ്മ, അത് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ. മക്കൾ ഉമ്മയുടെ മുഖത്ത് നോക്കി എത്ര കളവ് പറയേണ്ടി വന്നാലും അത് ഉമ്മാക്ക് ശരിക്കും തിരിച്ചറിയും. സത്യമായിട്ടും മോളെ ഫോണിലിങ്ങനെ എപ്പോഴും വെറുതെ നോക്കിയിരിക്കണ്ടോ, ആവശ്യത്തിന് മാത്രം നോക്കിയാൽ മതി. ആ ഉമ്മ, ഇന്നെന്ത് വെജിറ്റബിള്? അല്ലെങ്കിൽ നെയ്യാണല്ലോ അതൊക്കെ ഫ്രിഡ്ജിൽ പോയി കൊണ്ടുവന്ന് വെക്കലും അരിയലും ഒക്കെ. ഇന്നിപ്പോൾ എന്തൊക്കെ ചോദിക്കുന്നത്? ആകെ ആൾ മാറിയിരിക്കണല്ലോ ഒരു ദിവസം കൊണ്ട്. ഉമ്മ അത് മോളെ എന്ന പയറെടുത്ത് ഉപ്പേരി വെച്ചോ, അതല്ല നിനക്കിഷ്ടം. പിന്നെ കറിയൊന്നും നീ ഏതായാലും കൊണ്ടുപോകില്ല, പിന്നെ മുട്ടയും കൊണ്ടുപോകില്ല. പിന്നെ ഇപ്പം എന്താ? നുസൈബ അതാ പയറ് മുറിക്കുകയാണ്. അവളുടെ ശ്രദ്ധ എങ്ങോട്ടോ പോകുന്നുണ്ട്. ഉമ്മ അത് ശ്രദ്ധിച്ചു. നുസിയെ, നീ എന്താണ് ഒരു കാര്യം ശ്രദ്ധിക്കാതെ ചെയ്യണത്? നീ ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ എന്താ അരിയണത്? അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അരിയലും കഴുകലും വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നിപ്പോൾ എന്തോ ഒരു ഇതോളം മനസ്സിൽ കുടുങ്ങിയിരിക്കണ്. എന്താടി ഉമ്മാനോട് പറയും എന്താണെങ്കിലും. ഉമ്മ ഒന്നുമില്ല. എൻ്റെ രസി, എൻ്റെ കുട്ടീൻ്റെ മുഖത്ത് നോക്കി എന്ത് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഉമ്മക്ക് അറിയട്ടോ. അങ്ങനെയാണ് പെറ്റ ഉമ്മയാണ് ഞാൻ. നിൻ്റെ പെറ്റ ഉമ്മയാകുമ്പോഴേ മക്കൾ എങ്ങനെയൊക്കെ തന്നെ എന്ത് കളി കളിച്ചാലും അവരുടെ മനസ്സിലുള്ള മുഖത്ത് കാണും. അത് പ്രത്യേകിച്ച് ഉമ്മമാർക്ക് തിരിച്ചറിയും. ഉമ്മ. നുസൈബ വെറുതെ ഒന്ന് ചിരിച്ചു. ചിരിയല്ല, ഞാൻ കാര്യത്തിലാണ് ചോദിക്കുന്നത്, ചിരിക്കല്ല. വേഗം അത് കഴുകി വെച്ചോ. ദാ ചോറ് ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട്. ഉമ്മ അപ്പോഴേക്കും ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നുസിയെ, എന്താണ് ദോശയ്ക്ക് കറി വേണ്ടത്? ചട്നി വേണോ അതോ ഇസ്റ്റ് വേണോ? എന്താ വേണ്ടത്? ഉമ്മ, എനിക്ക് കറിയൊന്നും വേണമെന്നില്ല, ഞാൻ ചായയിൽ കുത്തി തിന്നോളാം. ഹോ എൻ്റെ മോളെ, എന്നാൽ ഉപ്പാക്കൊക്കെ വേണ്ട, മക്കൾക്കൊക്കെ വേണ്ടേ? നീ 2 ഉരുളൻകിഴങ്ങ് ഒന്ന് തൊലി ചെത്തിക്കേ. എന്തിപ്പോൾ ഇത് സംഭവിച്ചത്? അല്ലെങ്കിൽ എല്ലാം കടിക്കുള്ള കറിയും എല്ലാം സെറ്റാക്കി ഉപ്പേരിക്കുള്ളതും ഒക്കെ റെഡിയാക്കി ഞാൻ പറയാതെ തന്നെ ചെയ്യുന്ന ആൾ ഇന്നിപ്പോൾ എന്തോ ഒരു ഷോക്കേറ്റ് പോലെ നിൽക്കുകയാണ് അല്ലേ? സത്യമല്ല കുട്ടിയെ, എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? സത്യം പറഞ്ഞാൽ തലേന്ന് കണ്ട ആ സ്വപ്നവും ഷമ്മാസിനോടുള്ള ആ ഒരു ചാറ്റിങ്ങും അതെല്ലാം നുസൈബയുടെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് ആഴ്ന്നിറങ്ങിയിരുന്നു. അവൾ ഒരു സ്വപ്നലോകത്തെ പോലെയാണ് അവിടെ അടുക്കളയിലും പെരുമാറുന്നത്. ഉമ്മ പറയുന്നതല്ല ചെയ്യുന്നത് മറ്റൊന്ന്. അങ്ങനെ എൻ്റെ പൊന്നാര നുസിയേ, ഇങ്ങനെ ആവരുത് കേട്ടോ, എക്സാമാണ് വരുന്നത്. അതെ, പിന്നെ എക്സാം കുറച്ചും കൂടി നീട്ടിയത് നന്നായി. അല്ലെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും എഴുതിയിരിക്കുക? ഈ ഒരു ലെവൽക്ക് പോയാലേ അത് മിക്കവാറും ഉമ്മ ഇല്ല, അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. കോരിച്ചൊരിയുന്ന മഴയിൽ നുസൈബ വെറുതെ പുറത്തേക്ക് നോക്കി നിന്നു. അതെ, എവിടെ നോക്കുമ്പോഴും അവൻ്റെ മുഖമാണ് തെളിഞ്ഞു വരുന്നത്. പഠിച്ചോനെ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് അത് മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. പലതവണ പഠിച്ചവനോട് ഞാൻ മറവി തരാൻ വേണ്ടി ചോദിച്ചിട്ടും ഇല്ല. അവൻ കൂടെ കൂടെ എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ്. ഞാൻ എന്താ ചെയ്യുക? ഉമ്മ അതാ വിളിക്കുന്നു. മോളെ നുസി. ആ എന്തോ ഉമ്മ? ഉപ്പാനെ കാണുന്നില്ലല്ലോ. ഉപ്പ പള്ളിയിൽ പോയിട്ട് വന്നിട്ടില്ലല്ലോ ഇതുവരെയായിട്ട്. എന്താണാവോ, മഴയായിട്ട് നിന്നതോ? ഉമ്മ, ഉപ്പ കുട കൊണ്ടുപോയിട്ടില്ലേ? ആ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും പഠിച്ചോനെ, നല്ല മഴ, കോരിച്ചൊരിയണ മഴ. എന്താപ്പം ചെയ്യുക? ഇന്ന് പോയി നോക്കാനെന്ന് വെച്ചാൽ ഉപ്പ ഇങ്ങോട്ട് വന്നോളൂ, നിങ്ങൾ വിഷമിക്കണ്ട. ഉപ്പ പള്ളി കഴിഞ്ഞ് നേരെ ആ പണിസ്ഥലത്തേക്കായിരുന്നു പോയിരുന്നത്. സുബഹി കഴിഞ്ഞാൽ ഉപ്പയുടെ സ്നേഹിതൻ ആ കട തുറക്കും. അന്ന് നുസൈബയുടെ ഉപ്പയെ കണ്ട ആ കടക്കാരൻ പറഞ്ഞു, അല്ല ലത്തീഫേ, ഇന്നെന്തേ പള്ളിയിൽ നേരെ ഇങ്ങോട്ട് പോരുക? പെരീക്കൊന്നും പോയില്ലേ? എന്താ പണി നേരത്തെ തന്നെ കഴിക്കാൻ തീരുമാനിച്ചോ? അതൊന്നല്ലടാ, ഞാൻ
ഒന്ന് വന്ന് നോക്കിയതാണ് എങ്ങനെ എന്താന്നൊക്കെ. ആ പിന്നെ എന്നോടൊരു കാര്യം പറയാണ്ട്, കാര്യപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇങ്ങോട്ട് കയറി വാ. എന്ത് കാര്യം? കാര്യം കേൾക്കാനൊക്കെ ഞാൻ വരാം. പെരയിൽ പോയി ചായയൊക്കെ കുടിച്ച് വരാം. അതല്ല നല്ലത്. ഞാൻ ഒന്നും ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ്. ലത്തീഫേ, ഇതെൻ്റെ മനസ്സിന് സന്തോഷം തന്നെ സംഭവമാണ്. ഇജുമാണെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ എൻ്റെ തൊള്ളിന്നത് കേട്ട് പോയിക്കോ. അതല്ല ഇനിയിപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, രാവിലെ തന്നെ അങ്ങനത്തെ കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പെരയിൽ പോയി ചായയൊക്കെ കുടിച്ച് പോര്, ഡ്രസ്സൊക്കെ മാറ്റി. ഇപ്പോൾ പള്ളിയിൽ നിന്ന് വരേണ്ട വരവല്ലേ. എന്താ കാര്യം എന്താ വെച്ചാൽ പറയും. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കേൾക്കാതെ പോകുമ്പോൾ ഒരു പൊറുതിയേടാണല്ലോ. അതേ, നല്ലൊരു കാര്യമാണ്. ഞാൻ എന്നോടിപ്പോൾ എനിക്ക് അങ്ങനെ കളവ് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അതുമല്ല, നമ്മളെ കുട്ടികൾ രക്ഷപ്പെടുന്ന കേസാവുമ്പോൾ അത് എപ്പോഴും പറയല്ലേ നല്ലത്. എനിക്കിപ്പോൾ 3 പെൺകുട്ടികളാണല്ലോ. എൻ്റെ പെണ്ണിൻ്റെ പഠിപ്പൊക്കെ എന്തായി? ഓളിപ്പോൾ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഡേറ്റ് ഒന്ന് വന്നേനു. ഇപ്പോൾ അത് കുറച്ച് നീണ്ടിക്കണ്. അപ്പോൾ പഠിത്തം തന്നെയാണ്. എന്നിട്ടിപ്പോൾ എന്താകാനാണ്? ഓളത് കഴിഞ്ഞിട്ട് MBBS അതിനുള്ള എക്സാമാണ് എഴുതുന്നത്. സീറ്റ് കിട്ടിയ കഴിച്ചില്ലായില്ലേ. മറ്റിപ്പോൾ നമുക്ക് ഈ ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ചിന കാര്യം നടക്കൂലല്ലോ. ഒരു ഡോക്ടറായി ഇറങ്ങാൻ എത്ര ലക്ഷങ്ങൾ വേണം? അതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. ഈ കൂലിപ്പണി എടുത്ത് കിട്ടണേ. അല്ല, എൻ്റെ കുട്ടീൻ്റെ പഠിപ്പൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഇതിനൊക്കെയുള്ള പൈസ എൻ്റെ അടുത്തുണ്ടോ? അതൊക്കെ പറയാം. അതൊക്കെ എൻ്റെ മോളെ അമ്മായിമ്മ ഉണ്ടല്ലോ, അമ്മായിമ്മ. അപ്പോൾ ഓളെ ഒഴിവാക്കിയതല്ലേ? ആണ്. എന്നാലും അത് ആ നേരത്തിനും കാലത്തിനും ഫീസ് അടക്കാനാകുമ്പോഴൊക്കെ അത് അങ്ങോട്ട് എത്തരുണ്ട്. അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. എന്നാലും അപ്പോൾ ഓളെ ഒഴിവാക്കിയിട്ടും പൈസ കിട്ടുന്നുണ്ടോ? ഒഴിവാക്കിയെന്ന് വിചാരിച്ചു കണ്ട് ഓല് വെറുത്തിട്ടൊന്നുമില്ലല്ലോ നമ്മളെ കുട്ടീനെ അങ്ങനെ ഒന്നും കാട്ടി പോകുന്നതല്ലല്ലോ. ഓൻ്റെ ഒരു സ്വഭാവ മോശം കൊണ്ട് അങ്ങനെ അമ്മായിമ്മേനെ ഇവിടെ കൊടുന്നാക്കിയതാണേ. അങ്ങനല്ലേ? അപ്പോളേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഒരാളെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. എന്തിയേ നിങ്ങൾ പറയണത്? ഒരാലോചന വന്നിട്ടുണ്ട്. നല്ല ആലോചന എൻ്റെ കുട്ടിക്കും വേണ്ടി. ആരാണാവോ? എന്തേ ലത്തീഫ് എനിക്കൊരു പുച്ഛം? ഒന്നുമില്ലേ. ഓളാണെങ്കിൽ ഇപ്പോൾ പഠിക്കണം പറഞ്ഞ് നിൽക്കണമുണ്ട്. വീണ്ടും ഒരു കല്യാണത്തിന് ഒരുങ്ങുകയെന്ന് വെച്ചാൽ ഓളെ ഇഷ്ടം കൂടി നോക്കണ്ടേ? ആയിക്കോട്ടെ, ഓളെ സമ്മതം ഉണ്ടായിട്ട് മാത്രം മതി. എന്നോടൊന്ന് പറയാൻ പറഞ്ഞതാണ്. നിങ്ങൾ വലിയ ചങ്ങായിമാരല്ലേ എന്നാണ് പറഞ്ഞത്. ആരാണ്? അതെ, നമ്മളെ ഹുസൈനാജിൻ്റെ മോന് ഈ വരുന്ന 2-ാം തീയതി വരുന്നുണ്ട്. ഞാൻ കെട്ടീസുള്ളൂ. അപ്പോത്തിന് ഓനക്കൊരു പെണ്ണ് കണ്ടു വെക്കണമെന്ന് പറഞ്ഞിനു. അപ്പം എൻ്റെ മോളാണ് ഓൻ പറഞ്ഞിരിക്കണത്, ഓൻ്റെ ചെക്കനും വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ ഉപ്പയുടെ മുഖം വാടി. എന്താ ലത്തീഫ എനിക്കൊരു വാട്ടം? എനിക്ക് പറ്റി? എന്താ മുണ്ടാട്ടമില്ലാത്തത്? എടാ, അതൊന്നും ശരിയാവില്ല. അതെന്ത് അങ്ങനെ പറയണത്? എൻ്റെ കുട്ടീൻ്റെ ഭാവി ഹുസൈനാജി എന്ന് പറഞ്ഞാൽ ആരാ? ഇജ് കുറേ കാലം ഓൻ്റെ ഒപ്പം തന്നെ അല്ലേനാ? ഓലെ പണി എന്തൊക്കെ എടുത്ത് നടക്കുന്നല്ലേനോ? എന്തിപ്പോൾ എനിക്കിപ്പോൾ ഒരു മനം മാറ്റം? ലത്തീഫേ, നല്ല കാര്യമാണ്. ചെക്കൻ നല്ല ചെക്കനുമായിരിക്കും. പിന്നെ എൻ്റെ മോൾക്ക് ഇപ്പം എന്താ ഒരു പ്രശ്നം, ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ ഇപ്പം എന്താ എനിക്കൊന്ന് മോളിന് കിട്ടിയ കാര്യമില്ലടാ. നമ്മളെ കുട്ടികൾ രക്ഷപ്പെടുകയെ. അത്രക്കും ആസ്തി ഉണ്ടോ എനിക്ക്? സ്വത്തും മുതലും പൈസയും വാഹനങ്ങളും സ്ഥാപനങ്ങളും ആയിട്ട് എന്തൊരു വലിയ മുതലാളിയാണ്. കിട്ടിയ കഴിച്ചിലായില്ലേ? നമ്മളെ പേരിലൊക്കെ അങ്ങനത്തെ ഓരോ പെണ്ണ് ഒന്ന് ചോദിച്ചു വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതും വലിയ ഭാഗ്യമല്ലേ. ഉപ്പാക്ക് ഒന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല. ലത്തീഫെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ വന്ന് ഒരു ചോദിക്കുകയാണെങ്കിൽ പറയാലോ. 2-ാം തീയതി ചെക്കനെ എത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിച്ചിട്ട് വിവരം തന്നാൽ മതി. ഞമ്മൾക്ക് നല്ലൊരു കിട്ടലല്ലേ കിട്ടണത്. എടാ, ഇജൊക്കെ എന്ന് പറഞ്ഞാലേ നമ്മളെ കുടുംബത്തിന് നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ മനസ്സൊക്കെ അങ്ങനെയാണ്. ഇനി ഓലെങ്ങനെ പറയാൻ പറ്റൂലല്ലോ. അതൊന്നും വേണ്ട. ചെക്കന് എത്തുമ്പോഴത്തിന് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് അതിൻ്റെ മട്ടം പോലെ മറുപടി കൊടുത്തോളേ. കിട്ടിയാൽ കഴിച്ചിലായി, പോയാൽ പോയി. എടാ, എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. എന്തേ? അത് വേണ്ടടാ, അത് ഞമ്മക്കൊന്നും നടക്കൂല. ഞമ്മക്ക് ഈ ചെറിയ മട്ടത്തിലുള്ളതൊക്കെ നടക്കുള്ളൂ. വലിയ മുതലാളിമാരെയും വലിയ ആൾക്കാരൊക്കെ കൂട്ടുപിടിച്ച് കാണ്ട് എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ അത് അതിലേറെയാണ്. ലത്തീഫേ, ഒന്നും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞോ. എൻ്റെ മോളെ ചോദിച്ചത്, എൻ്റെ മോളെ കാണാൻ മൊഞ്ചുണ്ട്, മോളെ കണ്ടക്കണ്, അങ്ങനെ എങ്ങനെ എൻ്റെ മോനക്ക് വേണ്ടി കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിരുന്നു മൂപ്പര്.
ഓൻ്റെ കൂടെ ബ്രോക്കർ ഉണ്ടേനോ? ബ്രോക്കറൊന്നുമില്ല, അയാൾ ഒറ്റയ്ക്ക് തന്നെ വന്നിരുന്നത്. കാറിൽ വന്ന് ഇറങ്ങണുണ്ടോ? ഞാനും വിചാരിച്ചു അതപ്പോൾ ഈ കാറിൽ വന്ന് ഇറങ്ങണ ആൾ. അപ്പോൾ നോക്കുമ്പോൾ ഹുസൈനാജിയാണ്, ഒപ്പം ഡ്രൈവറും ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഞാൻ എൻ്റെ തീരുമാനം എന്താ വെച്ചാൽ ഇജ്ജ് അറിയിച്ചോ, അതിനനുസരിച്ച് പുതിയാപ്പിള ചെക്കൻ അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് വരും. പൊന്നാരൻ്റെ ചങ്ങായിയെ, ഇപ്പം ഞാൻ അതിന് നിൽക്കണില്ല, ഇപ്പം എനിക്കതിന് താല്പര്യമില്ല. അതെന്താ ലത്തീഫ ഇജ്ജ് അങ്ങനെ പറയണത്? ഇത്രയും നല്ലൊരു ബന്ധം വന്നിട്ട് അതൊന്നും കുഴപ്പമില്ല എന്നാണ് പറയണത്. എൻ്റെ മോളെ ഒരു പ്രാവശ്യം കെട്ടിച്ചതാണ്, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുട്ടീനെ കിട്ടിയാൽ മതി എന്നാണ് അവർ പറയണത്. ആ കുട്ടീൻ്റെ സൗന്ദര്യം കൊണ്ട്. എടാ ഞമ്മക്ക് അതിനെക്കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കാം. ഞാനേ പെരീക്ക് കണ്ട് പോട്ടെ, പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം പണിക്ക്. ആ പെരുമഴത്ത് കടയിൽ നിന്ന് അതാ ഉപ്പ വീട്ടിലേക്ക് പോകുന്നു. ഉപ്പയുടെ ചങ്ങാതി അത് നോക്കി നിൽക്കുന്നു. എന്നാലിപ്പോൾ ലത്തീഫിന് എന്തിപ്പോൾ അങ്ങനെ ഒരു മനം മാറ്റം? ഓൻ അങ്ങനെ മൗനം പാലിക്കുന്ന ആളല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേണ്ടതല്ല. എന്താ പറ്റിയതിപ്പോൾ? ഇത്രയും നല്ലൊരു ബന്ധം വന്നിട്ട്, അതും അത്ര വലിയ പണക്കാരെ വീട്ടിൽ നിന്ന് ആ ചെക്കന് വരും എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ എന്താപ്പോൾ ഇത് സംഭവിച്ചത്? ഒന്നും ഓൻ മിണ്ടിയില്ലല്ലോ. എന്തിപ്പോൾ ഇനി ആദ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോൾ അത് സങ്കടം കൊണ്ടായിരിക്കും. എന്തായാലും ഓന് നല്ല മറുപടി കൊടുക്കാൻ തോന്നട്ടെ. ഉമ്മ, ഉപ്പ അതാ വരുന്നു. ഇക്ക, നിങ്ങളെന്താ ഇത്ര നേരം വൈകിയത്? ഞാൻ കടയിലൊന്ന് പോയി, അതിൻ്റെ അപ്പുറത്തുള്ള അവിടെ അല്ല സൈറ്റിലല്ലേ പണി. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ടേ ഓൻ എന്നോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അതിങ്ങനെ കേട്ട് അവിടെ ഇരുന്ന് അതാ നേരം വൈകിയത്. എന്തിയേ, എന്താ പറഞ്ഞത്? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. മോളെ നുസിയെ, മോൾ അങ്ങോട്ട് അടുക്കളയിലേക്ക് ചെല്ല്, ഉപ്പാക്കുള്ള ചായ എടുത്ത് വെക്ക്. നുസൈബയെ അടുക്കളയിലേക്ക് പറഞ്ഞയച്ച് ഉമ്മ ഉപ്പയോട് ചോദിച്ചു, എന്താണ്? അതേ, ഹുസൈനാജി പിന്നെയും പെണ്ണ് ചോദിച്ചേക്കണ് നമ്മളെ കുട്ടീനെ, ഓൻ്റെ മോനക്ക് വേണ്ടിയിട്ട്. ഹുസൈനാരെ കടയിൽ പോയാണ് ചോദിച്ചിരിക്കണത്. ഓന് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. നല്ല സ്വത്തും മുതലും പൈസയൊക്കെ ഉള്ള വലിയൊരു കാറിലൊക്കെ വന്നാണല്ലോ ഇറങ്ങിയത്. എന്നിട്ട് കടൻ്റെ മുമ്പിലെത്തി ഇങ്ങനെ, എൻ്റെ മോന് 2-ാം തീയതി വരുന്നുണ്ട്, ഓനക്ക് പെണ്ണ് വേണം, അതിന് നമ്മളെ ലത്തീഫിൻ്റെ മോളെ കെട്ടിച്ച് തരുമോ എന്ന് അന്വേഷിച്ചിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചങ്ങായിയായ ഓനോടാണ് പോയി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. പഠിച്ചോനെ, പിന്നെ അത് ഇങ്ങോട്ട് എടുക്കുകയാണോ ഉമ്മ വിചാരിച്ചു. ഇപ്പോൾ മോനെ കൊണ്ടാണ് കെട്ടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എനിക്ക് താല്പര്യമില്ല ഓൻ്റെ സ്വഭാവം. എന്തിനാന്ന് ആർക്കറിയാം? ഓല് പണവും പത്രാസൊക്കെ ഉള്ള ആൾക്കാരാണ്, നമ്മൾ പാവങ്ങളാണ്. അതിൽ ഉമ്മ പറഞ്ഞു, മോനക്കാണെങ്കിൽ കുഴപ്പമില്ലേനും, പക്ഷേ അയാളിപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് കെട്ടിക്കണ മോശമാണ്. എന്നാലും നല്ല സുഖം ഒക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അത് ഒഴിവാക്കാനൊരു ഇജെന്താ പറയണത്? ഇനിയിപ്പോൾ ഓന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുട്ടീനെ പൊന്നിൽ കുളിപ്പിക്കുകയാണെങ്കിലും എനിക്ക് ആ വീട്ടിൽ കെട്ടിക്കാനേ താല്പര്യമില്ല. ഇനിയിപ്പോൾ ഓൻ്റെ മോനല്ല പേരക്കുട്ടി വന്നാലും ശരി, എൻ്റെ നുസൈബാനെ ഞാൻ അങ്ങോട്ട് കെട്ടിക്കൂല ഒരിക്കലും. എനിക്കത് ഇഷ്ടമല്ല. ഓൻ്റെ സ്വഭാവം ഓനറിയാതെ ആണെങ്കിലും ഓൻ്റെ തൊള്ളിയിൽ നിന്ന് വീണ് പോയതെന്നാ. എന്താണ് ഓർമ്മയുണ്ടെങ്കിൽ? എൻ്റെ മോനക്ക് ഇനി പറ്റിയില്ലെങ്കിലും ഞാൻ അവളെ കെട്ടിക്കോളാം. അങ്ങനെ ആരെങ്കിലും പറയാൻ പാടുണ്ടോ അത്? ശരിയാണ്, മോള് കേൾക്കണ്ട, മോള് വരുന്നുണ്ട്. ഉപ്പയും ഉമ്മയും വിഷയം മാറ്റി. ഉപ്പ ഇതാ ചായ. ഉപ്പാക്കുള്ള ചായയും കടിയും കറിയും അതാ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. എന്നാൽ കയ്യേക്കോളി. മോളെ, ഇന്ന് എനിക്ക് ക്ലാസ്സില്ലേ? ഉപ്പ ചോദിച്ചു. ആ ഉപ്പ ഉണ്ട്, ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങാണ്. എൻ്റെ മോള് നല്ല ശ്രദ്ധിച്ച് പോണട്ടോ. ആ ഉപ്പ, എന്തിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പറയണെന്താ? അല്ലേ, എല്ലാ ഭാഗത്തേക്കും 4 ഭാഗത്തേക്കും കണ്ണു വേണം. നമ്മളെ എങ്ങനെങ്കിലൊക്കെ ചതിയിൽ വീഴ്ത്താനൊക്കെ ആൾക്കാർ കുറേ ഉണ്ടാവും. ആ ഭാഗത്തേക്കൊന്നും മൈൻഡ് ചെയ്യരുത്. ഇപ്പോഴത്തെ കാലത്ത് ഹിജാബ് ഇട്ടാലും നിക്കാബ് ഇട്ടാലും എന്തൊക്കെ തന്നെ ഇട്ടാലും ആളുകൾ ചുറ്റുഭാഗത്തും ഉണ്ടാവും നമ്മളെ കൊത്തി വലിക്കാൻ. അപ്പോൾ എൻ്റെ മോള് നല്ലോണം ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു പോകണം കേട്ടോ. ഹിജാബ് ഒരിക്കലും ആൾക്കാരുടെ നിന്നൊന്നും പൊന്തിക്കുകയോ ചെയ്യരുത് കേട്ടോ. ഇല്ലപ്പാ, ഞാനങ്ങനെ ചെയ്യാറൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോവാറുള്ളത്. ഉപ്പയുടെ ആ വാക്ക് കേട്ടപ്പോൾ നുസൈബാക്ക് ചെറിയൊരു സംശയം. പഠിച്ചോനെ, ഷമ്മാസ് അവൻ്റെ കാര്യങ്ങളെങ്ങാനും ഉപ്പ അറിഞ്ഞോ? എനിക്ക് മെസ്സേജ് അയക്കുന്നെങ്ങാനും ഉപ്പ അറിഞ്ഞോ? അതോ എന്നെ നോക്കി നിൽക്കുന്നത് ഉപ്പ കണ്ടോ എന്നൊക്കെയൊരു നുസൈബാക്കൊരു ബേജാറ്. എന്താ മോളെ എനിക്ക് ഇത്ര ടെൻഷന് എൻ്റെ മുഖത്ത്? ഇല്ലമ്മ, ഉപ്പ പറഞ്ഞ വാക്ക് കേട്ടപ്പോഴേ
ശരിയാണ്, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോകണം എന്നതിനെക്കുറിച്ച് വിചാരിച്ചതാണ്. ആ മോളെ, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത്. പിന്നെ നമ്മളെപ്പോഴും നമ്മളെ ഭാഗം ക്ലിയർ ആക്കണം. പിന്നെ ഇല മുള്ളിൽ വീണാലും മുള്ളിലയിൽ വീണാലും ഇലക്ക് തന്നെ ആയിരിക്കും, മുള്ളിനൊരു കുഴപ്പമുണ്ടാവില്ല. എന്തൊക്കെ തന്നെ ആയാലും പെണ്ണുങ്ങൾക്ക് തന്നെ കുഴപ്പമുണ്ടാകുക. ആണുങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോവും. പക്ഷേ പെൺകുട്ടികൾ അത് ഓൽക്ക് എന്തെങ്കിലും പറ്റിയാൽ ഓൽക്കാണ് ആ പേര് വരിക. ആ ഓല മോള് അങ്ങനെ പറയുള്ളൂ, അല്ലാതെ ഒരിക്കലും ആണുങ്ങളെ പേര് പറയില്ല. ഓലങ്ങനെ പലതിലും ചാടിയിട്ടും മുങ്ങിയിട്ടൊക്കെ നടക്കണോലായിരിക്കും. പക്ഷേ നമ്മളെ വലയിൽ വീഴ്ത്താൻ വേണ്ടി ചുറ്റുഭാഗത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതൊക്കെ നല്ല ശ്രദ്ധിച്ച് നമ്മൾ പോകണം. നമുക്ക് തിരിച്ചറിയാനുള്ള ബുദ്ധി പഠിച്ചു തന്നിക്കണല്ലോ, അതിനനുസരിച്ച് നമ്മൾ നീങ്ങണം. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഉമ്മ ആയിക്കോട്ടെ. ഉപ്പാക്ക് അതല്ലായിരുന്നു കൂടുതൽ ഭയം. ഉപ്പാക്ക് ഭയം ഹുസൈനാജിയുടെ ആളുകളെങ്ങാനും തൻ്റെ മോളെ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുമോ എന്നൊക്കെയായിരുന്നു ഉപ്പയുടെ മനസ്സിലുള്ള ചിന്ത. മോളെ ശ്രദ്ധിച്ച് പോണട്ടോ എൻ്റെ കുട്ടി. വീണ്ടും വീണ്ടും ഉപ്പ അത് പറയുന്നു. അതെ, തൻ്റെ മകൾക്ക് വേണ്ടി അവരുടെ കുടുംബം കാത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കഥയൊന്നും ഒരിക്കലും അത് നുസൈബയോട് പറഞ്ഞിട്ടില്ല. ഹുസൈനാജി അങ്ങനെ പറഞ്ഞതിനെ കുറിച്ചൊന്നും. ഒരു പക്ഷേ അത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു പെൺകുട്ടിക്കും സങ്കടം വരും. കാരണം എന്നെ ഇത്രയ്ക്കും ഒരു പ്രായമായ ആളെ കൊണ്ടാണോ വിവാഹം കഴിപ്പിക്കുന്നത് എന്നാലോചിച്ച് അവരാകെ തകർന്നു പോകും. അവർക്ക് വിവാഹ ജീവിതം എന്നുള്ള ഒരു സ്വപ്നം തന്നെ ഇല്ലാതാവാനും അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പയും അയാൾ പറഞ്ഞ ആ കാര്യം അറിയിച്ചിട്ടേ ഇല്ല. ഹുസൈനാജിയുടെ മോൻ വരും, മോൻക്ക് വേണ്ടിയാണ് അന്ന് ഉപ്പ വന്നത് എന്നാണ് അവളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്. നുസൈബ കുളി കഴിഞ്ഞ് അതാ മുടിയെല്ലാം വാർന്ന് ഡ്രസ്സ് ഇടുകയാണ്. ചുരിദാറിൻ്റെ മേലെ അവളതാ പർദ്ദ അണിയുന്നു. മുടിയെല്ലാം വാർന്ന് കെട്ടാനൊരുങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ എന്നാൽ ഈ സമയത്ത് കുളിക്കണ്ടില്ലായിരുന്നു, കണ്ടിലാകെ വെള്ളം. ഇനി അതൊക്കെ ഒന്ന് അത് മഴയും കൂടി ആകുമ്പോൾ ഉണങ്ങി കിട്ടൂല. ഇനിയിപ്പോൾ അങ്ങനെ കെട്ടി വെച്ച് പോവുകയും ചെയ്യും അല്ലേ. എന്നിട്ട് വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോഴും കൂടി മുടിയിൽ വെള്ളമായിരിക്കും, നനഞ്ഞ മുടി. മോളെ അതൊന്ന് നിർത്തി ഒന്ന് ആ ഫാനിൻ്റെ അടുത്തൊന്ന് പോയി നിന്ന് നോക്ക്. എന്നാൽ കുറേയൊക്കെ ഒന്ന്, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞുതരാം, രാവിലെ നീ മുടി നനക്കണ്ട, തല നനക്കാരെ മേല് കഴുകിയിട്ട് നീ പോയിക്കോ, വൈകുന്നേരം വന്ന് കുളിച്ചാൽ മതി, അതല്ല നല്ലത്. ഉമ്മ രാവിലെ കുളിക്കാഞ്ഞാൽ ഒരു സുഖമല്ല. രാവിലെ കുളിച്ച് ഫ്രഷായി മാറ്റി പോകുമ്പോൾ അതൊരു സുഖമാണ് ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ. അല്ലാതെ എത്ര മേല് കഴുകിയാലും തല കുളിക്കാതെ പോകുമ്പോൾ അതൊരു സുഖം തന്നെയല്ല. കാരണം ഒരു ഉന്മേഷം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തലയിലൂടെ നല്ല വെള്ളം പാരണം. ഈ മോള് നിൻ്റെ മുടിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്, കണ്ടില്ല ആകെ വെള്ളം. ഉമ്മ അത് ഞാനിതാ ഒരു 3-4 മടക്കാക്കി കെട്ടിയിട്ട് അങ്ങോട്ട് ക്ലിപ്പിടും. അങ്ങനെ ആയി കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് അവിടെ നിൽക്കും. അല്ലെങ്കിൽ പിന്നെ മെല്ലെ ഒന്ന് മുടഞ്ഞിട്ടാൽ പോലും അത് അഴിഞ്ഞ് വീഴും. സുസൈബ അതാ അവളുടെ ഷോള് ചുറ്റിക്കെട്ടുന്നു. അതിൻ്റെ മേലെയായിക്കൊണ്ട് അതാ അവൾ നിക്കാബ് അണിയുന്നു. അപ്പോഴാണ് ആ ഒരു കാര്യം അവൾ ശ്രദ്ധിച്ചത്. ഐലൈനർ ഇടാൻ മറന്നു. ആ നിക്കാബ് അവൾ ഊരി അവളുടെ ആ മനോഹരമായ കണ്ണുകളിൽ അവൾ ഐലൈനർ ഇടുകയാണ് അതിമനോഹരമായിക്കൊണ്ട്. എന്നിട്ട് നിക്കാബത അവൾ മുറുക്കി കെട്ടുന്നു. അവളുടെ കണ്ണിന് മുകളിലായിട്ട് ആ ഐലൈനർ ഇട്ടപ്പോൾ വെള്ളാരം കണ്ണുകൾക്ക് കൂടുതൽ മനോഹാരിത തോന്നി. ഉമ്മ ഞാൻ ഇറങ്ങുകയാണേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉപ്പ നിങ്ങൾ വരുന്നില്ലേ? മോള് നടക്ക്, ഞാൻ വരാം. ഉപ്പയോട് സലാം പറഞ്ഞ് പടിയിറങ്ങുമ്പോൾ അപ്പോഴാണ് ഉപ്പയുടെ കൈ അവൾ ശ്രദ്ധിച്ചത്. ഉപ്പ ഇതെന്താ ഉപ്പാൻ്റെ കൈകളിലൊക്കെ ഭയങ്കര മുറിവുകൾ? മോളെ അത് ഒന്നുമില്ല, അത് ചെറുതായൊന്ന്. എന്നാലും ഉപ്പ എന്താണ്? എൻ്റെ ഉപ്പ ഇപ്പോൾ എന്ത് പണിക്കാണ് പോകുന്നത്? മോളെ അത് ഈ കരിങ്കല്ലിങ്ങനെ എടുക്കുമ്പോഴേ അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം ഇങ്ങനെ തട്ടുമ്പോഴേ നമ്മളത് എടുക്കാത്ത പണിയല്ലേ, അതുകൊണ്ട്. ഉപ്പ എൻ്റെ ഉപ്പ ഇപ്പോൾ കരിങ്കൽ ചുമക്കാനാണോ പോകുന്നത്? നുസൈബക്ക് സങ്കടം വന്നു. ഹേയ് അല്ല മോളെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ആ ഒരു വണ്ടിയിൽ വെച്ചൊന്നിങ്ങനെ. ഉപ്പയുടെ ആ ഒരു ദയനീയ അവസ്ഥ ആലോചിച്ചുകൊണ്ട് അതാ നുസൈബയുടെ കണ്ണുകൾ നിറയുന്നു. ഉപ്പയുടെ ആ കൈകൾ അവൾ വെറുതെ ഒഴിഞ്ഞു. ഉപ്പ സാരല്ല, എൻ്റെ ഉപ്പ ഇനി പണിക്കൊന്നും പോവണ്ടട്ടോ. മോളെ അതിനെന്താ, ഉമ്മ തരുന്ന ആ ഒരു പൈസയിൽ കുറച്ച് ബാക്കിയുണ്ടല്ലോ, അത് ഉപ്പ നമുക്ക് ചിലവിനെടുക്കാം.
എൻ്റെ ഉപ്പയെ പെരുമഴത്ത് കഷ്ടപ്പെട്ട് കരിങ്കല്ലിൻ്റെ പണിയൊന്നും എടുക്കുവാൻ വേണ്ടി പോണ്ടപ്പാ. മോളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. സാരല്ല മോളെ, അധ്വാനിച്ച് ജീവിക്കണം, അതല്ലേ വേണ്ടത്. അങ്ങനെ അമ്മ മനസ്സിനൊരു സന്തോഷമാണ്. മോളെ, നീ എനിക്ക് പൈസ തരാഞ്ഞിട്ടും ഒന്നുമല്ല, പക്ഷേ ഉപ്പാക്കിഷ്ടം എപ്പോഴും അധ്വാനിക്കുന്നതാണ്. അധ്വാനിച്ച് എൻ്റെ മക്കളെ പോറ്റണം, അതാണ് എൻ്റെ ആഗ്രഹം മരണം വരെ. നിൻ്റെ അവിടുത്തെ വീട്ടിൽ നിന്ന് ക്യാഷ് തരാനായിട്ടും അവർ സഹായിക്കായിട്ടൊന്നുമല്ല, പക്ഷേ ഞാനതെല്ലാം നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? എനിക്കിഷ്ടം അധ്വാനിച്ച് മക്കളെ പോറ്റുന്നതാണ്. വെറുതെ കിട്ടുന്ന ആ പൈസയോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല മോളെ. ഉപ്പ, എന്നാലും ഇത്രയും ഹാർഡായ പണിയൊക്കെ എൻ്റെ ഉപ്പ എടുക്കുന്നത് കണ്ടപ്പോൾ, മോളെ അതൊന്നും സാരല്ല, അതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ തഴമ്പായി അതുകൊണ്ട് റെഡി ആയിക്കോളും. ഉപ്പയുടെ ആ ദയനീയ അവസ്ഥ ആലോചിച്ചുകൊണ്ട് നുസൈബാദ പടിയിറങ്ങുന്നു. പഠിച്ചോനെ, എൻ്റെ ഉപ്പാക്ക് നല്ലൊരു ജോലി വേണം, ഇത്രയും കഷ്ടപ്പെടാത്ത വെയിലും മഴയും കൊള്ളാത്ത ഒരു ജോലി. ഇൻഷാ അല്ലാ ഞാൻ പഠിച്ചെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്നിട്ട് എൻ്റെ ഉപ്പയെ നല്ലൊരു രീതിയിൽ ഞാൻ എത്തിക്കും. നുസൈബയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ഉപ്പയുടെ ആ മുറിവുള്ള ആ കൈകൾ കണ്ടപ്പോൾ. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.